അടുത്താണ് നമ്മുടെ ന്യൂട്രിചാർജ് ഓൾ പ്രോ. ഇതിന്റെ പ്രത്യേകത എന്താ? ഓൾ പ്രോ. ഓൾ പ്രോ എന്ന് പറയുമ്പോൾ ഓൾ റൗണ്ട് അല്ലെ എന്ന് പറഞ്ഞാൽ എന്തിന്റെ കൂടെ വേണമെങ്കിലും ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇതും ട്രൈ ബ്ലാൻഡ് പ്രോട്ടീൻ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന പ്രോട്ടീൻ ഏതാ? നമ്മുടെ ഐസൊലേറ്റഡ് സോയ് പ്രോട്ടീൻ ഉണ്ട്, പീ പ്രോട്ടീൻ ഉണ്ട്, പംകിൻ സീഡ് പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാ ഈ പംകിൻ സീഡ് പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ബീജാണുക്കളുടെ എണ്ണവും ചലനശേഷിയും കൂട്ടാനായിട്ട് ഈ ഒരു പ്രോട്ടീൻ നമുക്ക് സജസ്റ്റ് ചെയ്യാം. കാരണം ഇതിനകത്ത് പംകിൻ സീഡില് സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട്. മത്തൻ കുരു കേട്ടിട്ടില്ല എല്ലാവരും? മത്തൻ കുരു ഏറ്റവും നല്ലൊരു സംഭവമാണ്, പ്രത്യേകിച്ച് കുട്ടികളില്ലാത്തവർക്ക്. അതുപോലെ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പലർക്കും പ്രോസ്റ്റേറ്റിന്റെ ഗ്ലാൻഡ് വികസിക്കും. അപ്പൊ മൂത്രനാളി ചുരുങ്ങുമ്പോ മൂത്രം ശരിക്കും പോവില്ല. ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ മൂത്രം ഒഴിക്കാൻ പോകും, പക്ഷേ മൂത്രം ശരിയായിട്ട് പോവില്ല, വീണ്ടും തിരിച്ചു വരേണ്ടി വരും. അങ്ങനെ വരുന്ന സംഭവത്തിന് നമുക്ക് ന്യൂട്രിചാർജ് മെൻ, അതിനകത്ത് നേരത്തെ പറഞ്ഞു സിങ്ക് 12 മില്ലിഗ്രാം ഉണ്ട്. അതിന്റെ കൂടെ ഈ ന്യൂട്രിചാർജ് ഓൾപ്രോയും അതിന്റെ കൂടെ കുറച്ച് സമയം വെള്ളത്തിലിരിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പൊ നമുക്കത് സജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതില് 3 തരം പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് ഭക്ഷണത്തിന്റെ കൂടെയും, കഞ്ഞിവെള്ളത്തിന്റെ കൂടെയോ ചോറിന്റെ കൂടെയോ കറിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഏതിന് വേണമെങ്കിലും നമുക്കിത് മിക്സ് ചെയ്യാം. ന്യൂട്രിചാർജ് ഓൾ പ്രോ. അപ്പൊ പ്രോട്ടീൻ എന്തിനൊക്കെയാണ്? നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ, മസിൽ ഡെവലപ്പ് ചെയ്യാൻ, പ്രതിരോധ ശക്തി കൂട്ടാൻ, സ്കിന്ന് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ, എല്ലിന്റെ ശരിയായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നമുക്ക് എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മുറിവുണ്ടായാൽ അത് ഉണങ്ങണമെങ്കിൽ പ്രോട്ടീൻ വേണം. കാരണം പുതിയ കോശങ്ങൾ അവിടെ ഉണ്ടാവണമെങ്കിൽ പ്രോട്ടീൻ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തില് ജനിക്കുമ്പോൾ മുതൽ മരണം വരെ ഉണ്ടായ കോശങ്ങൾ നശിക്കുകയും പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ശരിക്കുമുള്ള റിപ്പയർ നിലനിർത്താനും പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതിനും പ്രോട്ടീൻ ഉണ്ടാവണം. പ്രോട്ടീൻ ഇല്ലാത്ത ശരീരത്തിലാണ് നമുക്ക് പെട്ടെന്ന് പ്രായമായ പോലെ തോന്നും. കാരണം പഴയ കോശങ്ങൾ പോയി, പുതിയത് വന്നില്ല. അപ്പോൾ ഈ ഒരു സപ്ലിമെന്റ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്താണ്